വേടന്റെ കേസിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. ലഹരി കേസിലും പുലിപ്പല്ല് കേസിലും റാപ്പർ വേടനെതിരായ നിയമ നടപടിയിലും തുടർന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലും മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തിയിരിക്കുകയാണ്. ലഹരി കേസുകളിൽ പിന്നോക്കമെന്നോ മുന്നോക്കമെന്നോ ഇല്ലെന്നും ലഹരിക്കെതിരായ നടപടിയുടെ ഭാഗമാണെന്നും അത് അതുപോലെ തന്നെ ശക്തമായി തുടരുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം പുലിനകം പോലുള്ള വിഷയങ്ങൾ അവധാനതയോടെ കൈകാര്യം ചെയ്യണമെന്നും വേടന്റെ പുലിപ്പല്ല് കേസിനെ സൂചിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. റാപ്പർ വേടനെതിരായി നടക്കുന്ന വിവാദങ്ങളിൽ ജോൺ ബ്രിട്ടാസ് എംപിയും മുമ്പ് പ്രതികരിച്ചിരുന്നു. വേടന്റെ കഴുത്തിലുള്ളത് പുലിപ്പല്ലല്ലേ, ആറ്റം ബോംബ് ഒന്നുമല്ലല്ലോ എന്നായിരുന്നു വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് എംപി ഫേസ്ബുക്കിൽ കുറിച്ചത്. വേടൻ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നും, എന്നാൽ ചില ഉദ്യോഗസ്ഥർ അമിത താല്പര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണെന്നും കേസ് ആ വഴിക്ക് നീങ്ങുമെന്നുമുള്ള വനംവകുപ്പിന്റെ നിലപാടിനെയും ജോൺ ബ്രിട്ടാസ് അതിരൂക്ഷമായി വിമർശിച്ചു. ശുദ്ധ തെമ്മാടിത്തവും അസംബന്ധവുമാണിതെന്നും വംശീയ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഉദ്ഘോഷം ഉണ്ടാവില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം സംഭവം വിവാദമായതോടെ റാപ്പർ വേടനെതിരെ പുലിപ്പല്ലി കേസിൽ അന്വേഷണം തൽക്കാലം തുടരേണ്ടതില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ ധാരണയായി. വകുപ്പ് മന്ത്രിയുടെ നിലപാട് സേനയുടെ വീര്യം കെടുത്തിയെന്നാണ് ഉദ്യോഗസ്ഥർക്കിടയിലെ അഭിപ്രായം. മന്ത്രിയുടേത് കയ്യടിക്ക് വേണ്ടിയുള്ള നിലപാട് മാറ്റമാണെന്നും വിമർശനമുയർന്നു. പൊതുസമൂഹത്തിന്റെ വികാരം മാനിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ടെന്നും സുരേഷ് ഗോപിയോടും മോഹൻലാലിനോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ അത് വേടനും ലഭിക്കണമെന്നുമാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. പുലിപ്പല്ല് ആരാധകൻ നൽകിയതാണോ എന്നത് വേടൻ കോടതിയിൽ തെളിയിക്കണമെന്നായിരുന്നു വനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. കേസിൽ ഇന്നലെ വേടന് ജാമ്യം ലഭിച്ചിരുന്നു. വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ അതൃപ്തി ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരണവുമായി രംഗത്ത് വന്നത്. കേസുണ്ടായപ്പോഴും വേടന് ജനപിന്തുണയിൽ കുറവ് വന്നിട്ടില്ല എന്ന തിരിച്ചറിവും വേടനെതിരെ കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന പ്രചരണവുമാണ് സർക്കാർ വൃത്തങ്ങളിൽ വീണ്ടും വിചാരമുണ്ടാക്കിയത്.